ആലപ്പുഴ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി. പത്തിയൂർ പഞ്ചായത്തിൽ അരിയന്നൂർ നിന്നാണ് സ്വീകരണ ചടങ്ങ് ആരംഭിച്ചത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ നിന്നാണ് സ്വീകരണ ചടങ്ങ് ആരംഭിച്ചത്. സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി BDJS ജില്ലാ സെക്രട്ടറി സതീഷ്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് R. രാജേഷ്, BJP സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മഠത്തിൽ ബിജു, പാറയിൽ രാധാകൃഷ്ണൻ, BJP ജില്ലാ സെക്രട്ടറി സഞ്ജു എന്നിവർ സംസാരിച്ചു. BJP പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനു വടശ്ശേരി അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരെ BJPയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചു. വിവിധ ബൂത്ത് തലത്തിലുള്ളവർ ഷാളണിയിച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ചെറിയ ഭരണിക്കാവ് ക്ഷേത്രം, കരീരക്കുളങ്ങര ജംഗ്ഷൻ, കണ്ടല്ലൂരിലെ കുറ്റിയിൽമുക്ക്, പൈപ്പ് ജംഗ്ഷൻ, പുല്ലോളങ്ങര ജംഗ്ഷൻ, നോർത്ത് മണ്ഡലത്തിലെ മുല്ലശ്ശേരി, വിട്ടോബ, നിറയിൽമുക്ക്, സൗത്ത് മണ്ഡലത്തിലെ കരിമുട്ടം, ചേരാവള്ളി, സെൻട്രൽ സ്കൂൾ, ദേവികുളങ്ങരയിൽ അമ്പലപ്പാട് ജംഗ്ഷൻ, കൊച്ചുട്ടി ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് ദേവികുളങ്ങരയിലെ പ്രയാർ ജംഗ്ഷനിൽ സ്വീകരണ പരിപാടി സമാപിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് വികസനം അതത് പാർലമെന്റുകളിലേക്ക് എത്തിക്കാൻ വികസനം താല്പര്യമുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ളവരെ ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആകമാനം കണ്ടത് പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, ബ്ലോക്ക് ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു, MLA അവരുടെ MP, മുഖ്യമന്ത്രി എല്ലാം ഉണ്ടായിട്ടും ആ മണ്ഡലത്തെ അവർക്ക് വികസിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ മാറി മാറി കോൺഗ്രസ് ആണെങ്കിലും 60 വർഷക്കാലം കോൺഗ്രസിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ ഈ രാജ്യം മുന്നോട്ട് പോയിട്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകളെല്ലാം തകർത്തെറിയപ്പെട്ടതിന് ശേഷം ആരാധനായ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ആ മോദിക്കെതിരായിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ KC വേണുഗോപാൽ. ആ മുന്നണിയിൽ ആരൊക്കെയുണ്ട്? ലല്ലു പ്രസാദ് ഉണ്ട്, മുലായം സിംഗ് യാദവ് ഉണ്ട്, സ്റ്റാലിൻ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാം നൽകാനുള്ള ഗ്യാരണ്ടി ആണെങ്കിൽ ഇന്ത്യയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അവർ ജയിലിനകത്ത് അടക്കപ്പെടാതിരിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ്. മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയോടൊപ്പം ഇവിടുത്തെ അമ്മമാരും സഹോദരന്മാരും വീടുകളിൽ കയറി നമ്മുടെ പ്രകടന പത്രിക കൊടുക്കണം. ആ മാനിഫെസ്റ്റോ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അവരത് വായിച്ചാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ ശോഭ പോയാൽ മതിയെന്ന് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും തീരുമാനമെടുക്കും. കാരണം അവർക്കും ആഗ്രഹമുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വികസിക്കണമെന്നും ഇവിടുത്തെ കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ഇവിടെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ, ജോലി ആഗ്രഹിക്കുന്നവർ, ഇവർക്കെല്ലാം ഔന്നത്യത്തിലേക്ക് എത്താൻ 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ ഒരവസരം നൽകാൻ ശോഭയ്ക്ക് ഒരു അവസരം നൽകണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടണം. CD നെറ്റ് ന്യൂസ്, കായംകുളം.